കൃഷ്ണ ഭഗവാനെ വേറെ തടസ്സൊന്നും ഉണ്ടാവരുതേ. ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടണേ. ഇവിടെ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവുന്ന എന്തിനാ? കുറച്ചു കഴിഞ്ഞാൽ അത് കയ്യിലേക്ക് കിട്ടാൻ പോവില്ലേ? താനൊന്ന് സമാധാനത്തോടെ വാ. ഇന്ന് അത് വാങ്ങിയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. പോരെ? ദേ താൻ ഇവിടേക്ക്, ഞാൻ മേഡത്തെ കണ്ടിട്ട് വരാം. മേഡം മേഡം സുധീഷ് സുഖാലോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ എന്റെ വൈഫായിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ എല്ലാ കാര്യം സെറ്റ് ആണല്ലോ അല്ലേ? എല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിധി വരൂ. വാ സാർ. വീണ മേഡം അത് പറയണം. പിന്നെ സാർ, ഞാനൊരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിവരാ, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. സർട്ടിഫിക്കറ്റ് ഒക്കെ സൂക്ഷിക്കണ്ടേ? സോറി സാർ. ദാ ഇതിൽ റിസീവ്ഡ് എഴുതി സൈൻ ചെയ്തേക്ക്. നിധി ഒന്ന് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ വിളിക്കാം. നിധി ദ സർട്ടിഫിക്കറ്റ്സ്. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതിനെന്തിനാ കുട്ടി കരയുന്നേ? ഇന്ന് സർട്ടിഫിക്കറ്റ്സ് കിട്ടുമെന്ന് അറിയാം, എങ്കിലും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. മാഡം ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഇത്ര വേഗം കിട്ടില്ലായിരുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ഇറ്റ്സ് ഓക്കെ. വിഷ് യു ഗുഡ് ലക്ക്. മേഡം മേഡം താങ്ക് യു മേഡം, താങ്ക് യു വെരി മച്ച്. ശരി. അതെ ആ മുഖം തുടച്ചേ. ഇത് നടക്കുന്ന എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവസാനം ഇത് കൈ കിട്ടാൻ കാരണം ഇയാളാ. ഹേയ്, ഇതൊക്കെ ഒരു കാര്യമാണോ? താങ്ക് യു വെരി മച്ച്. ഇത് കയ്യിൽ കിട്ടിയത് എന്റെ ആദ്യത്തെ വിജയം. ഇനി ഞാൻ മനസ്സിൽ കണ്ടതെല്ലാം ഞാൻ നേടിയെടുക്കും. ഇതെല്ലാം നടക്കും. മുൻപ് വീട്ടിൽ നിന്ന് തന്റെ ഇഷ്ടങ്ങൾ പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റണം, അതെനിക്ക് കാണണം. ഉറപ്പ്. എന്നാ പിന്നെ നമുക്ക് പോവാം. അത് കണ്ടില്ലേ, 2 ദിവസം കൊണ്ട് ഹരീഷ് ഏട്ടൻ ഒരു വെപ്രാളമുണ്ട്. ഇത്തിരി പരവേശമുണ്ട്. അതുകൊണ്ടാ ഉണ്ട്, അതാണ് കൂടുതല്. അപ്പൊ ക്യൂ ആയ അല്ല, ഇവിടുന്ന് കൊണ്ട് കെട്ടാൻ നോക്കിയാലും അവിടുന്ന് ഫ്യൂസ് ഊരിയ സ്ഥിതിക്ക് ഇനി കെട്ടാൻ ചാൻസ് ഉണ്ടോ? നോക്കാം. ഏതായാലും അവള് വരേണ്ട സമയം കഴിഞ്ഞ്. അതിന്റെ ടെൻഷൻ ആശന്റെ മുഖത്തുണ്ട്. എടാ ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട് എന്തോന്ന് കാര്യം? പോകരുത്തിന് പറയുമ്പോ ഇതൊക്കെ ഓർക്കണ്ടേ? അത് ശരിയാ. ചന്തു വരുന്നുണ്ട്. പറയടി, ഞാൻ വന്നോണ്ടിരിക്കുക. ആ ബസ് സ്റ്റാൻഡില്ലേ, അവിടെ ഒരു പഴയ മെക്കാനിക്കൽ ഷോപ്പില്ലേ, അവിടെ എത്തി. ഇവളെന്താ കാണാതെ? എന്തിനോ വേണ്ടത് വയ്ക്കുന്ന സാമ്പാർ. ചന്തു, അവള് നമ്മൾ കാണാൻ വേണ്ടിട്ടാ അവിടെ നിന്ന് സംസാരിക്കണേ. ഇത്ര ശബ്ദം ഉണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കണ്ടോ നോക്കിയേ. ആത്മാഭിമാനമുള്ള പെൺകുട്ടിയല്ലേ ഹരീഷ് ഏട്ടാ? ആശാനുണ്ട് ദൈവാഭിമാനം. അതുകൊണ്ടാണല്ലോ പോകരത്തിനെ കാണിച്ചിട്ടും ആ പെൺകുട്ടിയുടെ മുന്നിൽ പോയി സംസാരിക്കാതെ ഇവിടെ കിടന്ന് തക്കട തേരിയുടെ പരിപാടി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലടാ ചന്തു? പിന്നല്ലാതെ. താങ്ക് യു. ചന്തു പോയി വിളിക്കണ അവിടെ. പിന്നെ ഞാൻ എന്തിനു വിളിക്കണോ? ഇനി വേണം ഞാൻ വിളിച്ചാൽ മതി. ഹരീഷ് ഏട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം, ദുരഭിമാനം പ്രേമത്തിന് നല്ലതല്ല. ഇത് കുറച്ച് ഓവറല്ലേ? എല്ലാ ദിവസവും ഇവിടെ വന്ന് കുത്തിരിക്കാറുള്ളതല്ലേ? ഇതിപ്പോ എന്താ? എടാ ഞാനിപ്പോ വരാം. ആശാന്റെ കാര്യം. ആശാനെ ചളവാക്കല്ലേ? ഹരീഷ് ഏട്ടാ ഇയാള് ചളവാക്കുന്നു. ഹലോ, നിക്ക്. ഹലോ, എടാ നിക്കാനല്ലേ പറഞ്ഞേ? അല്ല വിളിക്കണേ കേട്ടില്ലേ? എന്നിട്ടാണോ തിരിഞ്ഞു നോക്കാണ്ട് പൊക്കോണ്ടിരിക്കണേ? വിളിക്കുന്നത് തന്നെയാണ് തോന്നണെങ്കിലേ എന്റെ പേര് വിളിക്കണം, അല്ലാതെ ഹലോ എന്നല്ല. വലിയ ഓവറാക്കല്ലേ? ഞാനെ വിളിക്കണെന്ന് മനസ്സിലായില്ല അല്ലേ? അതിൽ നിങ്ങളാരാ? എന്തിനാ എന്റെ പിന്നാലെ നടന്ന് വിളിക്കുന്നേ? ഓ അങ്ങനെ. മതി, ഇനി കൂടുതൽ സീനാക്കണ്ട. ഇപ്പൊ തന്നെ ഡാർക്കാണ്. അതെ സോറി, ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. തെറ്റാണ്, സോറി. ചേട്ടന്റെ കല്യാണം അവസാന സമയത്താ മാറിപ്പോയത്. പെണ്ണിന് ആ വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റില്ല എന്നായിരുന്നു. അതിന്റെ ഒരു ടെൻഷനിലിരിക്കുമ്പോഴാ നീ വന്നേ. അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. നീ ഇത്രയും കാലം എന്നോടൊന്ന് വിട്ടു പറഞ്ഞിട്ടില്ല, ഇഷ്ടമാണെന്നൊരു സൂചന പോലും തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടെ വന്നിരിക്കുന്നതേ എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ഉള്ളിൽ എനിക്ക് എവിടെയെങ്കിലും ഇത്തിരി സ്പേസ് തന്നിട്ടുണ്ടാവുന്നത് തോന്നലുണ്ടാ. പക്ഷെ നീ എന്നോട് അങ്ങനെ ചോദിച്ച നിമിഷം എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിൽ ഒരു നിഴൽ പോലും വേണ്ടിയില്ല. ഉണ്ടായിരുന്നെങ്കിലേ നീ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. അയ്യോ അങ്ങനെയൊന്നല്ല. മതി, ഇനി എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണ്ട. നാണയില്ലാതെ നിന്റെ പിന്നാലെ വന്നത് എന്റെ തെറ്റ്. ഇനി മേലെ ഞാൻ നിന്റെയോ നിന്റെ കടയുടെ മുമ്പിൽ വന്ന ഞാൻ ആരാ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ മതി. മതി, അത്രയും നമ്മളെ അറിയാത്തവരാ നമ്മള്. ഓക്കെ, അന്നത്തോടെ എല്ലാം അവസാനിച്ചു. മതി. ചന്തു വന്നു. എന്ത് പറ്റിയ ഹരീഷ് ഏട്ടാ? എടാ അത്ര വലിയ മുടയാണെങ്കിൽ കൈ വെക്കട്ടെ. സോറി പറഞ്ഞിട്ട് മനസ്സിലാവില്ല ചോദിച്ചാ? അവള് ഹരീഷ് ഏട്ടനോട് നോ പറഞ്ഞില്ലേ, അത് ഫീൽ ചെയ്തു. എടാ മുഖത്ത് നോക്കി അത് പറയുമ്പോ ഫീൽ ആവില്ലേ? ഇതേ ഫീലല്ലേ 1.5 വർഷം കൊണ്ട് ആ കുട്ടി അനുഭവിക്കുന്നത്. എന്ത്? ഞാനതിനെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അത് എന്നെ കുഴപ്പം. 1.5 വർഷം ആ കുട്ടി പുറകെ നടന്നു. ഒരു എസ് എന്ന വാക്ക് ഹരീഷേട്ടൻ പറഞ്ഞു. ഇനി കുറച്ചാള് ഹരീഷേട്ടൻ പുറകെ നടക്ക്. നോ അവള് മാറ്റൂലേ നമുക്ക് നോക്കാം. എന്റെ പട്ടി നടക്കും. തെറ്റോ നിനക്ക് പണിയായേ? എടാ അന്ന് ഞാൻ അങ്ങനെ ചോദിച്ചത് തെറ്റാണെന്ന് തോന്നി. അതിൽ സോറി പറഞ്ഞു. അതോടെ എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇല്ലേ? മര്യാദയ്ക്ക് പണിയെടുക്കടാ. ശരി ആയിക്കോട്ടെ. വരും. നീ വാചം അടിക്കാൻ ജോലി ചെയ്യാനോ? നീ എന്നെ ഇവിടെ നിന്റെ ജോലി ചെയ്യും. അന്ന് രാത്രി നമ്മൾ വന്നത് ഈ വഴിക്കല്ലേ? അതെ. അപ്പൊ തൊട്ടടുത്തല്ലേ ബീച്ച്? അതെ. എന്തേ പോണോ? സുധീഷിന് സമയം ഉണ്ടാവോ? അതെന്ത് ചോദ്യം നിധി? ഇതിനൊക്കെയല്ലേ മനുഷ്യ സമയം കണ്ടതന്നെ. 2 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തിയിരിക്കും. വാ അങ്ങോട്ട് പോ. പാടോ. കാറ് നോക്കല്ലേ? സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സേഫ് അല്ലേ? ഇനി ഈ സർട്ടിഫിക്കറ്റ് ഭദ്രമായിരിക്കും. ധൈര്യമായിട്ട് വാ. എന്തൊരു വെയിലല്ലേ? നിധി 1 മിനിറ്റ്, ഞാൻ പോരാം. ഇപ്പൊ വരാം. ഇതെന്തിനാ? വെയിലല്ലേ, ചുടിക്കും. അയ്യോ ഇതോ? അത് ഞാൻ അറിഞ്ഞില്ല. ഈ പൊരി വെയിലത്ത് കൊടയും ചൂടി മണ്ണിലിരിക്കുന്ന എന്തിനാണാവോ? അത് കപ്പിൾസ്, ലവ് കപ്പിൾസ്, ഇണപ്രാവുകൾ. ലവേഴ്സോ? യെസ്. അവരെന്തിനാ ഈ ചുട്ടുകൊള്ളുന്ന മണലിൽ വന്നിരിക്കുന്നത്? അവരെ പ്രണയത്തിന്റെ പരകൂടിയിൽ നിൽക്കുന്നവരാ. വെയിലും മഴയൊന്നും അവരറിയേയില്ല. പുറത്ത് വെയില് തിളയ്ക്കുമ്പോ അവരുടെ ഉള്ളിൽ പ്രണയമഴ പെയ്യുമായിരിക്കും. കേട്ടിട്ടില്ലേ? അത് വേറൊരു വെയില. നിധിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകൂല. ഈ വെയിലത്തിരുന്ന് എന്ത് സംസാരിക്കാനാ? അതൊക്കെ നിറയെ വിഷയങ്ങൾ ഉണ്ടാവുന്നേ. പ്രേമം മനസ്സിലാക്കണമെങ്കിൽ പ്രേമിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. അല്പം പ്രേമം ഉള്ളിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണം. തമ്പാ അങ്ങോട്ട് പോ. നിധി
നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ? എന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, ഈ കോളേജിലൊക്കെ പോയിട്ടുള്ളല്ലേ, കാണാനും കുറച്ച് തരക്കേടില്ല. എങ്ങനെ? അല്ല, കുറച്ച് തരക്കേടില്ലാന്ന്. തരക്കേടില്ലാന്നേ ഉള്ളൂ. സോറി, നിധിയുടെ ആത്മവിശ്വാസത്തെ ആക്രമിക്കാണെന്ന് കരുതരുത്. തരക്കേടില്ല, അത്രേ ഉള്ളൂ. ഹലോ, എന്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ഞാൻ എങ്ങനെയാന്ന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഓ, അല്ല, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ. ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് ആരോടും തോന്നിയിട്ടില്ല. ഓ, വലിയ പഠിപ്പോളിയായിരുന്നിരിക്കും അല്ലേ? പഠിപ്പുള്ളിയോ? ആ, പഠിപ്പിസ്റ്റ്. എന്താ സംശയം? ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. വെറുതെയാണോ മെഡൽ കിട്ടിയത്? അയ്യേ, ശ്ശേ. അങ്ങനെയുള്ള പെമ്പിള്ളേരൊക്കെ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ. ഹലോ, നിങ്ങളെന്താ ഭയങ്കര കാമുകനായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോ പ്രപ്പോസൽ തട്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റൂലായിരുന്നു. എന്തേ? കാമുകിമാരെ പേടിച്ച് കോളേജിന്റെ പുറകിലെ മതില് ചാടി രക്ഷപ്പെടാൻ നോക്കുന്ന നിങ്ങളെന്ന് ഭാവനയിൽ കണ്ടു നോക്കിയതാ. നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ഒരാളെയും പ്രേമിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഹലോ, താൻ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? പറയാം. നിങ്ങൾ ഏതെങ്കിലും പെമ്പിള്ളേരെ കണ്ടാ എളിച്ചു കാട്ടി വളവളാന്ന് കൊഞ്ചം നിന്നിട്ടുണ്ടാവും. വളയ്ക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അത്രേ കാണൂ. ഇവളങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? അത്ര കൊച്ചാക്കൊന്നും വേണ്ട. ഈ 7th പഠിക്കുമ്പോഴായിരുന്നു എന്റെ ഫസ്റ്റ് ലവ്. 9th വെച്ച് 2 പേര് എന്നെ പ്രേമിച്ചിട്ടുണ്ട്. പിന്നെ 10th വെച്ച് എന്റെ മലയാളം ടീച്ചറോട് പോലും എനിക്ക് കൃഷി തോന്നി. അത്ര ചെറുപ്പത്തിലോ? അപ്പൊ നിങ്ങൾ കാമുകൻ എന്നല്ല വിളിക്കേണ്ടത്, കോഴീന്നാ. അത് ശരി. ഇപ്പൊ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇവൾ അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണോ അത് അറിയാതെ ചോദിക്കുന്നതാണോ? പറ. ഇപ്പൊ ഒരു പെണ്ണിനോട് ലവ് ഉണ്ട്. ആഹാ. പക്ഷേ ആ പെണ്ണിത് സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്താ പറ്റി? ആദ്യം കണ്ടപ്പോ തന്നെ വലിയ വീട്, കാറ്, ബിസിനസ് എന്നൊക്കെ തട്ടി വിട്ടിട്ടുണ്ടാവൂല്ലേ? ഹലോ, ഇയാളുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു കരുതി. എല്ലാവരുടെ ഞാൻ അങ്ങനെയാണോ? ആദ്യമായിട്ട് കാണുന്നവരോട് സത്യം പറയാറില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, ഇത് പക്ഷെ വൺ സൈഡ് ലവ്. ഓ, അത് ശരി. ഞാൻ ആ കുട്ടിയെ ലവ് ചെയ്യുന്നുണ്ടെന്ന് ആ കുട്ടിക്ക് അറിയോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേണമെങ്കിൽ ഇയാൾക്ക് വേണ്ടി ആ കുട്ടിയോട് സംസാരിക്കണം. പിന്നെ തക്കലിൽ നിന്ന് ഒന്ന് തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയതേ കിളിക്കൂട്ടിൽ ആണുങ്ങളെ കെട്ടിക്കാന്നുള്ള ദൗത്യമായിട്ടാണല്ലോ. ഒന്ന് പോളേ. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആവാന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞാല് ഇയാൾക്ക് ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കാലോ. തോലച്ചു. നന്നായിട്ട് ആസ്വദിച്ച് സംസാരിച്ചു വരുമായിരുന്നു. അപ്പോഴേക്കും പോകാൻ പറ്റും. എന്താ, ശരിയല്ലേ? അതെ, ആ ഹെൽപ്പ് റിസർവിൽ ഇരിക്കട്ടെ. ആവശ്യം വരുമ്പോ ഞാൻ ചോദിച്ചോളാം കേട്ടാ. ചേട്ടാ, കപ്പലടി 2 പോയതാ. എത്രയാ? 30. ഈ 2 ചെറുതിനോ? എത്ര? 30. ബാക്കി ശരി, ഓക്കെ, വിട്ടോ. താങ്ക് യു. നിധി, ഉം? ദേ അവിടെ അന്ന് രാത്രി നികേഷിനെ കണ്ടത്. ഓ, ഇതായിരുന്നു നികേഷ് പറഞ്ഞ ബീച്ചല്ലേ? അവൻ ഇപ്പോഴും ശരിക്കും നോർമൽ ആയിട്ടില്ല. അത്ര പെട്ടെന്ന് നോക്കാവുന്ന കാര്യമല്ലല്ലോ അത്. അതിന് സമയം എടുക്കും. കാശ് മുഴുവൻ ഉണ്ടോ എന്ന് എണ്ണി നോക്കിയേട്ടാ. ഓക്കെ. ബെന്നി, എന്താ? അല്ല ഇത് എത്ര വാട്സിന്റെയാ? എന്തിനാ? അല്ല ഇത് എത്ര ദൂരത്തേക്ക് ശബ്ദം എത്തുമെന്നറിയാനാ. ചേട്ടൻ ആ ഭാസ്കരേന്റെ വീട്ടുകാരെ അവിടെ കിടത്തി പൊറപ്പിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ എന്റെ മോള് അകത്ത് കയറുന്നത് വരെ ഈക്ക് പൊറുതി കൊടുക്കരുത്. അത് ഞാൻ ഏറ്റു. അത് മതി. അതെ, വേഗം തീർക്ക്. എന്നിട്ട് നീ ഓഡിറ്റോറിയത്തിലേക്കല്ലേ? പേടിക്കണ്ട, അവിടെ നേരത്തെ പണി തുടങ്ങി. ആണോ? ആ. ഓക്കെ. നമസ്കാരം. നമസ്കാരം. അപ്പൊ കെട്ടുസത്തേക്ക് അങ്ങ് ഓഡിറ്റോറിയത്തിലായിരിക്കും അല്ലേ? അതെ, ആ 10,000-2,000 പേര് വരുന്നല്ലേ. ഈ വീട്ടുമുറ്റത്ത് എവിടാ സ്ഥലം? അതെ. അപ്പൊ തലേരാത്രിയുടെ ഊണോ? അത് ഓഡിറ്റോറിയത്തിൽ തന്നെ. തലേന്ന് നോണോ ആയിരിക്കുമല്ലോ അല്ലേ? പോത്തും കോഴിയുണ്ട്. എന്താ പോരെ? ബസ്, അത് മതി. ഉം. ശരാ, ഞാനൊന്ന് ഓഡിറ്റോറിയം വരെ പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യം കോഴിച്ചു പറയാ. ബെന്നി, നീ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കാത്ത കാര്യങ്ങളൊക്കെ നോക്ക്. ഓ ശരി. ഹലോ. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. നേരത്തെ എത്തുമല്ലോ അല്ലേ? ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ഏട്ടത്തിലെ ഏട്ടത്തമ്മ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. അവരിപ്പോ എന്തിനാ വരുന്നത്? നല്ല കാര്യമല്ലേ, വരട്ടെന്നേ. ഇങ്ങനൊരു അവസ്ഥയിൽ ജീവിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു മോളെ? ഇത് നിന്റെ ശരിക്കുള്ള വിവാഹമൊന്നും അല്ലല്ലോ. ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട കാര്യം എന്താ ഉള്ളത്?